തുടിപ്പാണ് ജീവിതം. ആ ഹൃദയത്തിന്റെ തുടിപ്പ് പെട്ടെന്നൊന്ന് നിന്നുപോയാലും. പ്രതിവർഷം 70 ലക്ഷത്തിലധികം പേരാണ് ഹൃദയസ്തംഭനം മൂലം മരണപ്പെടുന്നത്. സത്യത്തിൽ എന്താണ് ഹാർട്ട് അറ്റാക്ക്? ഇതിനു പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഞാൻ ഡോക്ടർ ഷെമി. ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവർ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ കൃത്യസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഹൃദയത്തിലോട്ടുള്ള രക്തമൊഴുക്കൽ തടസ്സം നേരിടുകയും തൽഫലമായി ഹൃദയത്തിന് ആവശ്യമായ രക്തം ലഭിക്കാതെ വരികയും ചെയ്യുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത്. ഈ രക്തപ്രവാഹത്തിന് തടസ്സം നേരിടുന്നതിന് പിന്നിലെ കാരണം കൊഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ പോലുള്ളവ രക്തക്കൊഴലുകളിൽ അടിയുന്നത് കൊണ്ടാണ്. മറ്റേത് മസിലുകളെ പോലെ തന്നെയും ഇത്തരത്തിൽ ഓക്സിജന്റെ ദൗർലഭ്യം അനുഭവപ്പെടുമ്പോൾ ഹൃദയത്തോടനുബന്ധിച്ച് മസിലുകളിലെയും മറ്റും കലകൾ അഥവാ കോശങ്ങൾ നശിച്ചു പോകും. ഈ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നറിയപ്പെടുന്നത്. മയോ എന്ന് വെച്ചാൽ മസിൽ, കാർഡിയാക് എന്ന് വെച്ചാൽ ഹൃദയ സംബന്ധമായത്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് വെച്ചാൽ ഡെത്ത് ഓഫ് ടിഷ്യൂ, അതായത് കലകൾ നശിച്ചു പോകുന്നു. അതാണ് ഹാർട്ട് അറ്റാക്കിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ മസിലുകൾക്ക് തകരാറ് സംഭവിക്കുന്നത് കൊണ്ട് ശരിയായ രീതിയിൽ രക്തം പമ്പ് ചെയ്യാൻ ഹൃദയത്തിന് സാധിക്കാതെ വരുന്നു. ഒരു ശരാശരി കണക്കനുസരിച്ച് 45 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കും 55 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കുമാണ് ഹൃദയാഘാതം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കൂടാതെ പുകവലിക്കുന്നവർ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, അമിതവണ്ണമുള്ളവർ ഇങ്ങനെയുള്ളവരിലും ഹൃദയാഘാതം കൂടുതലായി കണ്ടുവരും. ഓരോ വ്യക്തിയിലും ഹൃദയാഘാതത്തിന്റെ അടയാളങ്ങളും അതിന്റെ തീവ്രതയും വ്യത്യാസപ്പെടാം. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ പൊടുന്നനെയുള്ള ഒന്നല്ല ഹൃദയാഘാതം എന്നുള്ളത്. അതിനു മുമ്പ് ചില ലക്ഷണങ്ങളും ചില അടയാളങ്ങളും നമ്മുടെ ശരീരം കാണിക്കും. ഇതിൽ പ്രധാനപ്പെട്ടത് നെഞ്ചുവേദനയാണ്. ഇടത് ഭാഗത്തായി പ്രത്യക്ഷപ്പെടുന്ന നെഞ്ചുവേദന. ഈ വേദന ഇടത് കൈകളിലോട്ടും അതുപോലെ പുറകു ഭാഗത്തോട്ടും താടിയെല്ലിലോട്ടും വയർ ഭാഗത്തോട്ടും വ്യാപിക്കാം. പതിവിലും വ്യത്യസ്തമായി ചില അസ്വസ്ഥതകൾ പ്രകടമാകുന്നു. നെഞ്ചിന് വല്ലാത്തൊരു ഭാരം, കിതപ്പ് അനുഭവപ്പെടുന്നു. ചിലർക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നു, മറ്റു ചിലർക്ക് തല ചുറ്റുന്നു, കണ്ണിൽ ഇരുട്ട് കയറുന്നു, ശ്വാസം തിങ്ങുന്നത് പോലെ അനുഭവപ്പെടുന്നു, പൊതുവെ ഒരു കുഴച്ചിൽ അനുഭവപ്പെടുന്നു. ഇത്തരത്തിലുള്ള അടയാളങ്ങൾ ഹാർട്ട് അറ്റാക്കുമായി അനുബന്ധിച്ചതാണ്. സ്ത്രീകളിലും പ്രായമായവരിലും ഈ അടയാളങ്ങൾ അത്ര പ്രകടമാകണമെന്നില്ല. ക്ഷീണം, തളർച്ച പോലുള്ളവയായിരിക്കാം അവരിൽ പ്രധാനമായും കാണുന്ന അടയാളങ്ങൾ എന്ന് പറയുന്നത്. നമ്മളെ ഭീതിപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത, ചില ആളുകളിൽ ഹാർട്ട് അറ്റാക്ക് സൈലന്റ് ആയിരിക്കും. പ്രത്യേകിച്ച് വേദനകൾ അനുഭവപ്പെടണമെന്നില്ല. ഉദാഹരണമായി പ്രമേഹ രോഗികളുടെ കാര്യമെടുക്കാം. പ്രമേഹ രോഗം ഞരമ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് കൊണ്ടാണ് അത്തരക്കാരിൽ വേദന അനുഭവപ്പെടാത്തത്. ഇനി നമുക്കുണ്ടാകാവുന്ന ഒരു സംശയം, ഇത് ഹാർട്ട് അറ്റാക്ക് ആണോ അതോ ഗ്യാസ് ട്രബിൾ ആണോ എന്നുള്ളതാണ്. ഇങ്ങനെ വേദന അനുഭവപ്പെടുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഗ്യാസ് ട്രബിൾ ആകാനുള്ള പോസിബിലിറ്റി അവിടെ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. ഗ്യാസ് അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ അടുത്ത് കഴിച്ചിട്ടുണ്ടോ? ആഹാരം കഴിച്ച് എത്ര സമയത്തിനുള്ളിലാണ് ഈ വേദന പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യം തിരിച്ചറിയാം. ഈ വേദന ക്രമാതീതമായി കൂടുകയും മുമ്പ് പരാമർശിച്ചതുപോലെ പുറകുവശങ്ങളിലോട്ടും താടിയെല്ലിലോട്ടും കൈയുടെ വശങ്ങളിലോട്ടും മറ്റ് ശരീരഭാഗങ്ങളിലോട്ടും വ്യാപിക്കുന്നുവെങ്കിൽ ഹൃദയാഘാതത്തിനുള്ള സാധ്യതയാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. എപ്പോഴും കൂടുതൽ മുൻതൂക്കം ഹൃദയാഘാതമാണ് എന്നുള്ള വസ്തുതയ്ക്ക് നൽകുക. വേറൊന്നുമല്ല, ഇപ്പോൾ ഗ്യാസ് ട്രബിൾ ഹൃദയാഘാതമായി നമ്മൾ തെറ്റിദ്ധരിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും സംഭവിക്കണമെന്നില്ല. നേരെ മറിച്ച് സംഭവിച്ചാൽ ഒരു ജീവൻ നമ്മൾ ബലിയാടാക്കേണ്ടത്. ഇനി ഒരാൾക്ക് ഹൃദയാഘാതം സംഭവിച്ചു എന്ന് നമുക്ക് തോന്നുകയാണ്, ഉടനടി നമ്മൾ പ്രതികരിക്കേണ്ടതാണ്. ജീവിക്കുമോ ഇല്ലയോ എന്നുള്ളതിനുള്ള പ്രധാന ഘടകം കൃത്യസമയത്ത് നമ്മൾ ചികിത്സ നൽകുക എന്നുള്ളതാണ്. അതിനായി എത്രയും വേഗം നമ്മൾ വൈദ്യസഹായം തേടേണ്ടതാണ്. ആ വ്യക്തിയുടെ ശ്വസനം തടസ്സപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ, ബ്രീത്തിങ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ CPR നൽകേണ്ടത് ആവശ്യമാണ്. CPR നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനെക്കുറിച്ച് വ്യക്തമായ നല്ലൊരു പരിശീലനം ലഭിച്ച ആളുകളായിരിക്കണം CPR നൽകേണ്ടത്.
CPR വ്യക്തമാകാത്തവരുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അതനുസരിച്ച് CPRനെ സംബന്ധിച്ച വീഡിയോ അപ്ലോഡ് ചെയ്യും. ആശുപത്രിയിലെത്തിയാൽ രോഗിയുടെ ECGയും തുടർന്ന് രക്തപരിശോധനകളുമാകാം ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. അതിനുശേഷം ബ്ലോക്കുകൾ ലൊക്കേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റുകളാകാം ചെയ്യുന്നത്. ഇങ്ങനെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളെ മാറ്റുന്നതിന് വേണ്ടി കാർഡിയോളജിസ്റ്റുകൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു. ഒരു ബലൂൺ പോലെയുള്ള ഉപകരണത്തിന്റെ സഹായത്താൽ ഈ രക്തക്കുഴലുകൾ വികസിപ്പിച്ച് ആ രക്തതടസ്സം മാറ്റുന്ന പ്രക്രിയയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അതിസങ്കീർണമായ ബ്ലോക്കുകളാണ് ഉള്ളതെങ്കിൽ കാർഡിയാക് ബൈപ്പാസ് സർജറി പോലെയുള്ള ശസ്ത്രക്രിയാ വിധികളിലോട്ട് നീങ്ങേണ്ടി വരും. ശരീരത്തിന് മറ്റൊരു ഭാഗത്തു നിന്നെടുത്ത രക്തക്കുഴലിന്റെ സഹായത്തോടു കൂടി ഹൃദയത്തിന്റെ രക്തപാത ബൈപ്പാസ് ചെയ്ത് അത് പുനഃസ്ഥാപിക്കുന്നു. ഈ ഒരു പ്രക്രിയയാണ് കാർഡിയാക് ബൈപ്പാസ് സർജറിയിൽ നടക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലോക്കുള്ള രക്തക്കുഴലിന് പകരമായി മറ്റൊരു രക്തക്കുഴൽ അവിടെ ഉണ്ടാകും. ഇത് ബ്ലോക്കായി നിന്നാലും ഇങ്ങനെ പുതിയൊരു ബൈപ്പാസ് ചെയ്ത രക്തക്കുഴൽ ഉള്ളതുകൊണ്ട് തന്നെ രക്തത്തിന്റെ പ്രവാഹം തടസ്സമില്ലാതെ നടക്കും. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി കാണാം, ഹൃദയ ചികിത്സയ്ക്ക് വേണ്ടി ഇന്ന് ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകൾ ലഭ്യമാണ്. പക്ഷേ അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ആ അസുഖം വരാതെ സംരക്ഷിക്കുന്നതാണ്. നമ്മുടെ പാരമ്പര്യ ഘടകങ്ങളും ഒപ്പം തന്നെ ജീവിത രീതിയുമാണ് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്ന പ്രധാന കാരണം. ഇതിൽ പാരമ്പര്യ ഘടകം നമുക്ക് മാറ്റാൻ സാധിക്കില്ല, പക്ഷേ ജീവിത രീതി അത് നമ്മുടെ നിയന്ത്രണത്തിലാണ്. ശരീരഭാരം നിയന്ത്രിക്കുക, ആരോഗ്യമുള്ള ആഹാര രീതി ശീലമാക്കുക, കൃത്യമായി വ്യായാമം ചെയ്യുക. ഇതിലൂടെ നമുക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കും. ആഹാര കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മധുരം കുറയ്ക്കുക, കൊഴുപ്പുകൾ അടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കുക, ഫൈബർ കണ്ടന്റുകളുള്ള പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക, റെഡ് മീറ്റ്സുകൾ ഒഴിവാക്കുക. ചിക്കൻ, ഫിഷ് പോലെയുള്ളവ അത്ര പ്രശ്നമുള്ളവയല്ല. അപ്പോൾ ഇവ നമുക്ക് റെഡ് മീറ്റുകൾക്ക് പകരമായി കഴിക്കാം. നല്ലൊരു ജീവിത രീതി ശീലമാക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയമെന്നും തുടിക്കട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മടിക്കാതെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.